നമുക്ക് ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് അരി കുതിർത്ത് അരക്കയൊന്നും വേണ്ട, നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് കുതിർത്തിയത് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് വെള്ള അവിൽ ഞാൻ കുതിർത്തിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ 1 കപ്പ് ആദ്യം ഇട്ടിട്ട് 1 കപ്പ് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് 1 കപ്പുംപാടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പുംപാടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ അടിച്ചെടുത്തത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളംപാടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടിച്ച് വെച്ചിട്ട് ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ വൈകിട്ട് ഒരു 5 മണിക്ക് റെഡിയാക്കി വെച്ചാൽ രാവിലെ നമുക്കിത് ചുട്ടെടുക്കാം. അങ്ങനെ രാവിലെ നമ്മളെ മാവൊക്കെ നല്ലവണ്ണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് മാത്രം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അപ്പച്ചട്ടി ചൂടായ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അപ്പം ചുറ്റിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം തയ്യാറാക്കിയെടുക്കാം. ഇനി വെള്ളപ്പച്ചട്ടി ഇല്ലാത്തവർക്ക് നമുക്ക് ഇങ്ങനെ തവിയിലും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. അരി കുതിർത്താതെയും ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ചേർത്താത്ത വെള്ളപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.